ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ചെറിയ കൊച്ചു വീഡിയോ ആണ് കേട്ടോ, അവിൽ പായസം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ശർക്കര 3 അച്ചെടുത്തിരിക്കണം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഉരുക്കി വയ്ക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് കഴുകി അപ്പം എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വെള്ളം വെക്കണേ. അപ്പം അങ്ങനെ കണ്ട ചെറിയ കുറുകുറു പോലെ നിൽക്കും. കുതിരാൻ വെക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നൊരു കഴിക്കുന്നതാണ്. ഒരു പീസായി നല്ല മണം ശർക്കര ചെയ്യാൻ നോക്കാൻ പോകണം. നമ്മൾ ഈ നാളികേരിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ താഴത്ത് കൊണ്ട് നാളികേരം ശർക്കര വിഴുകി കുട്ടിയിലേക്ക്. അപ്പം നെയ്യ് ഒഴിക്കാൻ പോകട്ടെ. കത്തിച്ചിൻ്റെ അടിയിൽ ഇവിടെ ശർക്കര അപ്പം നാളികേരം ഇട്ടോ. അപ്പോൾ നാളികേരൊക്കെ ഇട്ടിട്ട് തുടങ്ങിയിട്ട് ഓഫ് ചെയ്തു. ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ടിയാവില്ല. കണ്ടിപ്പരിപ്പ് ഇങ്ങനെ വറുത്തെടുക്കട്ടോ. അണ്ടിപ്പരിപ്പിന് പകരം നമ്മൾ വേറെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് കൂടാതെ വേറെ ഒരെണ്ണം ചേർക്കുന്നത്. എനിക്കത് ഷെയ്ക്ക് അടിക്കായാലും എന്ത് ചെയ്യായാലും എനിക്ക് ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. കപ്പലണ്ടി തൊലി കളഞ്ഞ കപ്പലണ്ടി അങ്ങനെ അടിക്കിങ്ങനെ കടിക്കുമ്പോൾ ഒരു സുഖം വേറെ ഒരു സുഖം, ഒരു മനസ്സുഖം എന്ന് പറഞ്ഞ പോലെ സംഭവം. കേട്ടോ ഞാൻ ഇത്രയും കപ്പലിൻ്റെ ഇടുന്നുണ്ടാ. പൊളിച്ചിട്ടുള്ള കപ്പലണ്ടി ഉണ്ടാ. എനിക്കിത് ഇട്ടാലും സമാധാനം ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് അതാണ് കാര്യം. തീ കുറച്ച് വെച്ചൊക്കെ പെട്ടത് കരി ഉണ്ടാവുന്ന അമ്മ ഇങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യാറുണ്ട്. ഗ്യാസ് ഓണാക്കില്ല. അണ്ടിപ്പരിപ്പ് ഏതാ കപ്പലണ്ടി ഏതാ മനസ്സിലാവില്ല. എനിക്ക് മുന്തിരി ഇഷ്ടമല്ല, വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. മുളക് മുന്തിരി അങ്ങനെ പറക്കി തിന്നാൻ ഇഷ്ടമാണ്. പക്ഷെ പായസത്തിലൊക്കെ ഇട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. മുന്തിരി നമ്മുടെ ബൗൾസായി കഴിഞ്ഞ് കണ്ടാണ്. അങ്ങനെ നമ്മുടെ ഐറ്റംസുകളൊക്കെ സെറ്റായി കഴിയുക. നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യാനേ ഇപ്പം തന്നെ ഒരു മണമുണ്ട്. ശരിയാ, പായസത്തിന് കറക്റ്റ് വേണം. ഏലക്കായ നമ്മൾ ശരിക്കും വരാം. അപ്പം എടുത്തങ്ങനെ ശരിക്കും ഞാൻ 2 പാക്കറ്റ്, അതായത് 1 ലിറ്റർ പാലിൽ നമ്മൾ പായസത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണ് നമ്മൾ ചെറിയത് ചൂടാക്കുന്നത്. പഴമുത്തി മൊത്തം വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ പഴം ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതിട്ടാ. അവിടെ ചട്ടി വീണ്ടും വെച്ചുട്ടോ. അപ്പോൾ നെയ്യ് 1 ടീസ്പൂൺ ഇടാട്ടാ. നെയ്യിടാം. നമുക്ക് പഴം ഒന്ന് ചുട്ടെടുക്കല്ല, നെയ്യിൽ ഇങ്ങനെ പരത്തി വാട്ടിടുക. നേന്ത്രപ്പഴം കേട്ടോ അതിനെടുക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ കപ്പലണ്ടി നിങ്ങൾ ഇതേപോലെ നെയ്യിൽ വറുത്ത് തിന്നണം. വെറുതെ തിന്നാൻ നമുക്ക് മര്യാദയില്ലേ. ശരിയാ, നല്ല ടേസ്റ്റ്, നല്ല രസമാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ പായസത്തിൽ. പഴം ചൂടാക്കിയതാ. പഴം നമ്മുടെ നെയ്യിലിട്ട് ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് നമ്മുടെ തിളച്ചിരിക്കുന്ന പാലിലേക്ക് നമ്മൾ ഈ പഴം ഒഴിക്കുകയാണ്. പഴം ഒഴിക്കല്ല, സോറി, പഴം ഇട്ടാണ്. അവിലും പഴവും പാലും പിന്നെ എന്തിട്ടാ
ശരിക്കും ഞങ്ങൾ അവില് മേടിക്കുമ്പോഴേ ഇച്ചിരി കനമുള്ള അവില് മേടിച്ചോളൂ കേട്ടോ. അത് കുറച്ച് കനം കുറഞ്ഞ അവിലായി പോയി. അതുകൊണ്ട് നന്നായി ഉടച്ചത് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ മേടിക്കുമ്പോൾ ഇച്ചിരി കനമുള്ള അവില് മേടിച്ചോളൂ കേട്ടോ. അതാണ് ശരിക്കും പായസത്തിൽ ഒരു എന്താ പറയാ കാണാൻ നല്ലൊരു അഴകുണ്ടാവുമല്ലോ, കഴിക്കുമ്പോൾ കടിക്കാനുണ്ടാവും. ഒരിക്കൽ വെച്ച് ശർക്കര ഒഴിച്ചിട്ട് അരിച്ചിട്ട് വെച്ചോളൂ കേട്ടോ. അവിടെ ശർക്കര എപ്പോഴും തണുത്തിട്ട് ഒഴിച്ചോളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അത് പാലിലാണല്ലോ ഉണ്ടാക്കണം. അത് ഈ പറഞ്ഞ പോലെ പിരിഞ്ഞ് പോകാൻ നിൽക്കും. പായസം പോലെ ആയില്ല ഇപ്പൊ. അത് കുഴപ്പമില്ല. പക്ഷെ അവില് നല്ല നൈസ് അവിലായിപ്പോയി. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അത്ര നമ്മുടെ പായസം ഇങ്ങനെ കുറുകി സെക്കൻഡായിട്ട് വരും കേട്ടോ. ഈ സമയത്താണ് നമ്മൾ അടുത്ത 2ാം പാൽ എടുത്തൊഴിക്കുക. ഇപ്പോഴാണ് സെറ്റായത്. കാണുമ്പോ തിന്നാൻ തോന്നും, കുടിക്കാൻ തോന്നും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിലേ ഈ പാല് പാട പിടിക്കും. ഏലക്കായും ചുക്കും പൊടിച്ചിട്ടുണ്ടാക്കാം. നല്ല മണം. 1 ടീസ്പൂൺ നെയ്യ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. സംഭവം സ്മെല്ല് വേറെ രീതിയിലൊക്കെ കിട്ടാറ്. ഇത്രയേ വേണ്ടു, അധികമൊന്നും അല്ല. 1 ടീസ്പൂൺ സംഭവം നല്ല മണം കൂടും ചെയ്യും, നല്ല രുചിയും കൂടും. അങ്ങനെ ഒരു കാര്യം നെയ്യ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. അധികം ഒന്നും ഒഴിക്കണ്ട. അവില് നമ്മൾ ശ്രദ്ധിച്ചു. അതിനോട് നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള സംഭവമില്ലേ കുറച്ചൊന്നും ഇടാം. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ തീരാണാവോ. മറ്റുള്ളവർ കഴിച്ചിട്ടില്ല അഭിപ്രായം കൊണ്ടല്ലോ കയറുള്ളൂ. നോക്കാട്ടെ നമുക്ക്. ഞാനാണ് ക്യാമറമാൻ, അമ്മയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പായസമൊക്കെ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ക്ഷമയൊന്നുമില്ല. അപ്പം പ്ലേറ്റിലേക്ക് ഞങ്ങൾ എടുത്തിട്ട് കഴിക്കട്ടെ. അപ്പോൾ പറയാൻ കറക്റ്റ് കാര്യം പറയൂട്ടോ. ഇതിൽ എൻ്റെ മണത്തണം വെക്കിയിട്ടുള്ളൂ. അവര് ഇത്തിരി കനമുള്ളത് വേണമായിരുന്നു. പക്ഷെ അവര് കനം കുറഞ്ഞതായിപ്പോയി, നന്നായി ഉടഞ്ഞു. ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കാം. ശരിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. അത് എല്ലാവരും കൂടി ഇങ്ങനെ പ്ലേറ്റിലൊക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ പാത്രങ്ങളൊക്കെ രസിക്കാം. ഇങ്ങനെ എല്ലാവരും കൂടി ഒരു വൈബ് വേറെടാം. സംഭവം നന്നായിട്ടുണ്ട്. പക്ഷെ അവില് ഞാൻ നോക്കി മേടിച്ചില്ല. അത് ചെറിയൊരു മണത്തിലേക്ക് എല്ലാം ആക്കിയിട്ട് അതിലൊന്നും വെന്തു. അത് അതൊരു ഇതുണ്ടായാലും പക്ഷെ കടിക്കണം. അതിൽ കടിക്കാൻ ഭയങ്കര അതുകൊണ്ടായ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോകൾ വീണ്ടും കാണാം കേട്ടോ. ബൈ.